നമസ്കാരം, ഞാൻ ഉണ്ണിമായ കല്ലോ. നമ്മൾ ബിഗ് ബോസിലെ പുതിയ അപ്ഡേഷൻസ് കുറിച്ചാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ ബിഗ് ബോസിൽ ശനിയാഴ്ച ലാലേട്ടൻ വന്നപ്പോൾ രേണുസുതി ചേച്ചിയുടെ അക്ബറിൻ്റെ സെറ്റ് ടാങ്ക് എന്നുള്ള ഇഷ്യൂ സോൾവ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. വേറെ വേറെ പല പല കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് സോൾവ് ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും സോൾവ് ആക്കുക എന്ന്. പക്ഷെ രേണു ചേച്ചി യാതൊരു വിധത്തിൽ സോൾവ് ആവുന്ന ലക്ഷണമേ കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആരായാലും നമ്മൾ സെറ്റ് ടാങ്ക് എന്നൊക്കെ വിളിക്കുന്നത് വളരെ തെറ്റായ ഒരിതാണ്. കാരണം എന്നെ വിളിച്ചാലും എനിക്കത് വിഷമാവും. അപ്പോൾ നമ്മളങ്ങനെ ആരെയും വിളിക്കാൻ പാടില്ല. ഞാനിപ്പോൾ രേണു ചേച്ചിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. കാരണം നമ്മളങ്ങനെ ആരെയും വിളിക്കുന്നത് തെറ്റാണ്. ഇപ്പോൾ അവർ എങ്ങനെയോ ആയിക്കോട്ടെ, അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരെങ്ങനെയോ ആയിക്കോട്ടെ. ബട്ട് നമ്മളൊരു പ്രോഗ്രാമിൽ വരുമ്പോൾ നമ്മുടേതായ ഒരു മര്യാദ, ഒരു ബേസിക് ക്വാളിറ്റിയാണ് നമ്മൾ ഒരു മര്യാദ കീപ്പ് ചെയ്യുക എന്നുള്ളത്. അത് അവർക്ക് നൽകുക. പക്ഷെ അത് തെറ്റിച്ചിരിക്കുകയാണ്. പക്ഷേ രേണു ചേച്ചി യാതൊരു വിധത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ ആ ചേച്ചിക്ക് പറ്റുന്നില്ല. കാരണം എനിക്കായാലും പറ്റത്തില്ല, ആർക്കായാലും പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഞാനത് ക്ഷമിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ രേണു ചേച്ചി നിൽക്കുകയാണ്. അപ്പം ഇന്നലെ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിനെപ്പറ്റി ലാലേട്ടൻ ചോദിച്ചില്ല. പിന്നെ അക്ബർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അത് ആ ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ രേണു ചേച്ചി ഒരു വിധത്തിലും അടുക്കുന്ന ലക്ഷണമില്ല. രേണു ചേച്ചിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് മയക്കാന്നുള്ള വിധത്തിൽ പാട്ട് പാടുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണുന്നില്ലേ, ചപ്പാത്തിയൊക്കെ ഹാർട്ട് ഷേപ്പിൽ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊന്നും രേണു ചേച്ചി വീടത്തിൽ അപ്പോഴേ പറഞ്ഞു, എനിക്കിങ്ങനെയൊക്കെ തന്നാലൊന്നും ഞാനങ്ങനെ മയങ്ങി വീടുന്ന ടൈപ്പല്ല എന്ന്. എന്നിട്ട് രേണു ചേച്ചി ആ ചപ്പാത്തി എല്ലാവർക്കും അതിന് കുറച്ച് കുറച്ചായിട്ട് എല്ലാവർക്കും ഒരു പീസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ കഴിച്ചത്, ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ആരുടെ അടുത്ത് ക്ഷമിച്ചിട്ടില്ല എന്നാണ്, ഇനിയിട്ട് ക്ഷമിക്കുകയും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അക്ബർ മാക്സിമം നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ പറ്റുമോ എന്ന്. അത് മാത്രമല്ല 1 വീക്കാണ് കൊടുത്തിട്ടുള്ളത് എങ്ങനെയെങ്കിലും സോൾവ് ആക്കണം എന്നൊക്കെ. പക്ഷേ ഇതുവരെയായിട്ടും യാതൊരു വിധത്തിൽ സോൾവ് ഒന്നും കാണാൻ. അതുപോലെ തന്നെ നോമിനേഷൻ വന്നപ്പോഴേക്ക് രേണു ചേച്ചിയുടെ പേരിങ്ങനെ പറയാതിരിക്കുക. അപ്പോഴേ അക്ബർ പറഞ്ഞു, ഞാൻ ആ ഒരു പേര് പറഞ്ഞാലും രേണു ചേച്ചിയുടെ പേര് മാത്രം പറയത്തില്ല എന്നുറച്ച നിലപാടെടുത്തു. പക്ഷേ അതൊക്കെ വളരെ ഫണ്ണായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, എൻജോയ് ചെയ്യാൻ പറ്റി. പക്ഷേ അവരെന്തായാലും സോൾവ് ചെയ്യാൻ നമ്മളൊരു പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും കൂടെ ഒന്ന് കമ്പനിയായി ജോയിനായി പോവുക, ആരെയും കോർണർ ചെയ്യാതെ പോവുക എന്നുള്ളതാണ്. എന്തായാലും സോൾവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മളെ മനസ്സിലത് ഉണ്ടാവും. എന്നാൽ ഈ ഒരു ഷോയിൽ വെച്ചത് മാക്സിമം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് പറയാം. ഓക്കെ.